ഒരു രാത്രി യമന്റെയും സൗദി അറേബ്യയുടെയും അതിർത്തിയിൽ വെച്ച് ഒരു നേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. കുറ്റം സ്വന്തം ഭർത്താവിനെ കൊന്നു. മാത്രമല്ല ആ മൃതദേഹം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു. എന്നിട്ട് രാജ്യം വിടാൻ തീരുമാനിച്ചു. കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊരു സൈക്കോ കില്ലർ ആ ഒരു മെത്തേഡിലേക്ക് നമുക്ക് ഫെയിൽ ചെയ്തേക്കാം. പക്ഷേ ഇതൊരു പെൺകുട്ടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കൊലപാതകമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് വിശ്വസിച്ചേ പറ്റൂ. ഗതികേട് കൊണ്ട് ചെയ്തു പോയ ഈ ഒരു കൊലപാതകം മറ്റൊരു രാജ്യത്ത് ഡെത്ത് പെനാൽറ്റി കാത്തുകിടക്കുന്ന ഒരു സ്ത്രീയാക്കി ആ ഇന്ത്യൻ പൗരയെ മാറ്റിയിരിക്കുന്നു. അതെ, ഇത് നിമിഷപ്രിയയുടെ കഥയാണ്. കേരളത്തെ മൊത്തം ഞെട്ടിച്ച, ലോക മലയാളികളെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ആ അന്വേഷണ പരമ്പരയിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യമനിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയുടെയും ഗതികേടിന്റെയും സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി ജനനം കൊണ്ടത്. അവളുടെ കർമ്മം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ആ പെൺകുട്ടി പാവമായിട്ട് ജനിച്ചത്. അവരുടെ മാതാപിതാക്കൾ പാരമ്പര്യങ്ങളായി പാവങ്ങളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി പാവമായി മാറിയത്. 2008 കുടുംബത്തിന്റെ കഷ്ടപ്പാടും കണ്ണീരും മാറ്റാൻ വേണ്ടി ഈ കുട്ടി യമനിലേക്ക് നഴ്സായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ്. അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തുകൊണ്ടാണ് ആ പെൺകുട്ടി കേരളത്തിൽ നിന്നും യമനിലേക്ക് പുറപ്പെട്ടത്. അമ്മേ, നമ്മുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളെല്ലാം തീരും. കുടുംബത്തിനെ ഒരു കരക്ക് കയറ്റിയിട്ട് മാത്രമേ ഞാൻ അവിടെ നിന്നും തിരികെ വരൂ. സന എന്ന ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ അവൾക്ക് 2011 നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. എന്നാൽ 2012 തുടക്കത്തോടുകൂടി ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിയുകയാണ്. വരന്റെ പേര് ടോമി തോമസ്. അങ്ങനെ 2012 അവസാനത്തോടുകൂടി ടോമിയും നേരെ യമനിലേക്ക് പുറപ്പെടുന്നു. യമനിൽ വെച്ച് ഒരു കൊല്ലം കൊണ്ട് അവർക്കൊരു പെൺകുട്ടി ജനിക്കുകയാണ്. പിന്നീട് ചില സാഹചര്യങ്ങൾ കൊണ്ട് യമനിൽ നിന്നും ടോമി തോമസിനും കുഞ്ഞിനും നാട്ടിലേക്ക് തിരികെ വരേണ്ട ഒരു സാഹചര്യം വരികയാണ്. എന്നാൽ നിമിഷപ്രിയ യമനിൽ തന്നെ തന്റെ ജോലി തുടർന്നു പോകുന്നു. നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ അവൾക്ക് നല്ല പേരായിരുന്നു. കാരണം മറ്റുള്ളവരോട് കാണിക്കുന്ന വിശ്വാസതയും ആത്മാർത്ഥതയും മാത്രമായിരുന്നു അതിന് കാരണം. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം ജോലി ചെയ്തപ്പോൾ തന്നെ നിമിഷപ്രിയയ്ക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ്. സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ തനിക്കും തന്നെ കുടുംബത്തിനും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഒരു ആഗ്രഹം നിമിഷപ്രിയയുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഉടലെടുത്തു. അതുകൊണ്ട് പക്ഷേ അവൾ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് പോയ ഒരാൾക്ക് ഒരിക്കലും സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയില്ല. അതിനുവേണ്ടി അവർ സ്വീകരിക്കേണ്ട മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു പൗരനെ കണ്ടെത്തുക, ആ പൗരനെയും കൂടി ബിസിനസ്സിൽ ഷെയർ നൽകിയതിനു ശേഷം അവരുമായി ഒന്നിച്ച് ബിസിനസ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അവിടെ സ്വീകാര്യമായിട്ടുള്ള മാർഗം. പക്ഷേ ഈ ബിസിനസ്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ഹോസ്പിറ്റൽ തുടങ്ങുകയാണെങ്കിൽ അതിന് ലൈസൻസ് കിട്ടുക ആ പൗരന്റെ പേരിലായിരിക്കും. മാത്രമല്ല ഏകദേശം 50 to 60% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അദ്ദേഹത്തിന്റെ പേരിലായിരിക്കും. നിമിഷപ്രിയയുടെ ജീവിതത്തിലേക്ക് അങ്ങനെയാണ് യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദി കടന്നു വരുന്നത്. ഹോസ്പിറ്റലിന്റെ അടുത്ത് കട നടത്തിയിരുന്ന, പുറമെ കാണാൻ സൽസ്വഭാവിയായിരുന്ന, സുമുഖനും സുന്ദരനുമായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു തലാൽ മഹദി. അതുകൊണ്ട് തന്നെ ഏകദേശം 80 ലക്ഷം രൂപയോളം മുടക്കി അദ്ദേഹത്തിന്റെ പേരിൽ ലൈസൻസ് എടുത്തുകൊണ്ട് നിമിഷപ്രിയ ഹോസ്പിറ്റൽ ആരംഭിച്ചു. വൈകാതെ തന്നെ ആ ഹോസ്പിറ്റൽ ക്ലിക്ക് ആവുകയും അവിടെ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം ഇവർക്ക് ലഭിക്കാനും തുടങ്ങി. പക്ഷേ 2015 യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുകയാണ്. ഇങ്ങനെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച സമയത്ത് ഇന്ത്യൻ പൗരനെയെല്ലാം രാഷ്ട്രം തിരികെ വിളിച്ചു. പക്ഷേ നിമിഷപ്രിയയ്ക്ക് ഒരിക്കലും നാട്ടിലേക്ക് തിരികെ പോകാൻ കഴിയുമായിരുന്നില്ല. കാരണം തൻ്റെ ഭർത്താവിൻ്റെയും ഏകദേശം 80 ലക്ഷം രൂപയോളം ഇവിടെ യമനിൽ പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റൽ വിട്ടു പോകാൻ നിമിഷപ്രിയയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ച ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഭ്യന്തര യുദ്ധമായിട്ട് പോലും ഹോസ്പിറ്റലിൽ നല്ല തിരക്കും അതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല വരുമാനം വന്നു തുടങ്ങിയിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇവിടെയാണ് തലാലിൻ്റെ മനസ്സ് മെല്ലെ മെല്ലെ മാറി തുടങ്ങുന്നത്. ഹോസ്പിറ്റലിൽ വരുമാനം കൂടുന്നതിനനുസരിച്ച് തലാൽ തൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്കെടുക്കുകയാണ്. തലാല് നിമിഷപ്രിയ അറിയാതെ അവർ തമ്മിലുണ്ടാക്കിയ കരാർ ഉടമ്പടിയിൽ നിന്നും 50-50 എന്നത് മാറ്റി 80-20 എന്ന നിലയിലേക്ക് ആദ്യം മാറ്റുകയാണ്. പക്ഷേ നിമിഷപ്രിയയ്ക്ക് ലാംഗ്വേജ് അറിയാത്ത ബുദ്ധിമുട്ടുകൊണ്ട് തുടക്കത്തിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന വരുമാനം വരെ ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി തുടങ്ങി. പക്ഷേ തലാലിന്റെ ദ്രോഹം അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. തലാല് നിമിഷപ്രിയയുടെയും ടോമിയുടെയും ഒരു ഫോട്ടോ അവരറിയാതെ അവരുടെ വിവാഹ ഫോട്ടോയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് അവിടെ നിന്ന് ടോമിയെ മാറ്റി പകരം തലാലിനെ അവിടെ സ്ഥാപിക്കുകയും
അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ച് അവിടെയുള്ള സ്വദേശികളായിട്ടുള്ള ആളുകളെയെല്ലാം നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണെന്ന് ഇയാൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നീട് നടന്നത് ക്രൂരമായ പീഡനങ്ങളാണ്. ഈ തലാൽ മഹദി എന്ന് പറയുന്ന ആൾ മദ്യപിച്ചു വന്ന് നിമിഷപ്രിയയെ വളരെയധികം ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ആ യുദ്ധം നടക്കുന്ന രാത്രികളിൽ പോലും നിമിഷപ്രിയയെ വാതിലടച്ചു പുറത്താക്കി ഇയാൾ ആനന്ദം കണ്ടെത്തി. മാത്രമല്ല ഇയാൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു. നിമിഷപ്രിയ എല്ലാം കൊണ്ടും അയാൾക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. മാത്രമല്ല വീട്ടിൽ ആദ്യ കാലഘട്ടങ്ങളിൽ നിമിഷപ്രിയ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 27ഓളം സിം കാർഡുകളാണ് നിമിഷപ്രിയ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കുടുംബവുമായി സംസാരിക്കുന്നത് ഈ തലാലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ആ സിമ്മ് ഒടിച്ചു കളയും. അങ്ങനെ കുടുംബവുമായി എപ്പോഴും ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ് നിമിഷപ്രിയ ഏകദേശം 27ഓളം സിം കാർഡുകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ തടവറയിൽ നിമിഷപ്രിയ എല്ലാം കൊണ്ടും അകപ്പെട്ടിരുന്നു. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് വരെ ഇയാൾ കൈയടക്കി വെച്ചു. ഈ സാഹചര്യത്തിൽ തനിക്ക് പരിചയമുള്ള ഒരു ജയിൽ വാർഡനോട് നിമിഷപ്രിയ തൻ്റെ സങ്കടം പറയുകയാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം ഈ സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പാസ്പോർട്ട് വരെ അയാൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാമോ? അയാളുടെ കയ്യിൽ നിന്നും എനിക്ക് ആ പാസ്പോർട്ട് എങ്ങനെയെങ്കിലും കൈപ്പറ്റാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ നാട് വിടാൻ പറ്റും. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി. ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്ത കാശോ പണമോ ഒന്നും എനിക്ക് തിരികെ വേണമെന്നില്ല. എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ കുടുംബത്തിനോട് കൂടി നാട്ടിലെത്തിയാൽ മതി. ആ ഒരു കണ്ടീഷനിൽ ആ വാർഡനോട് സംസാരിക്കുകയാണ്. ആ വാർഡൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. വാർഡൻ പറയുകയാണ്, താങ്കൾ ഒരു കാര്യം ചെയ്യുക, താങ്കളൊരു നേഴ്സല്ലേ, കുറച്ച് മയക്കുമരുന്ന് തലാലിനെ ഇഞ്ചക്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാതി മയക്കത്തിൽ ഒരു പക്ഷേ തൻ്റെ പാസ്പോർട്ട് എവിടെയാണുള്ളതെന്നുള്ളത് അയാൾ പറഞ്ഞു തരും. ആ സാഹചര്യത്തിൽ അങ്ങനെ പാസ്പോർട്ട് കണ്ടെത്താം, നിനക്ക് നാടുവിടാം. ഒരു നേഴ്സായിരുന്ന നിമിഷപ്രിയയ്ക്ക് ആ മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് മേടിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രയാസം ഉണ്ടായിരുന്ന കാര്യമൊന്നുമില്ല. നിമിഷപ്രിയ ആ മരുന്ന് കൈയടക്കി വെച്ചുകൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി തലാൽ വലിയ ഹെവി ഡോസിലൊക്കെ മയക്കുമരുന്ന് അടിച്ചിട്ട് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇയാളിങ്ങനെ പാതി മയക്കത്തിൽ നിൽക്കുന്ന സമയത്ത് ഇയാളോ ഏകദേശം ഒരു ഹെവി ഡോസിലാണ് നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ നിമിഷപ്രിയയ്ക്ക് ഒരു പക്ഷേ ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. നിമിഷപ്രിയ എന്ത് ചെയ്തു എന്നറിയാമോ? തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മയക്കുമരുന്ന് കൂടി ഇയാൾക്ക് ഇഞ്ചക്ട് ചെയ്യാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിമിഷപ്രിയ ഇത് ഇഞ്ചക്ട് ചെയ്തതോടുകൂടി ഇയാൾ ഹെവി ഡോസായി, അതായത് ഓൾറെഡി ഓവർ ഡോസാണ്, അതിൻ്റെ മേലെ ഡോസ് കൂടി ഇയാൾ അവിടെ വീണ് മരിക്കുകയാണ്. ഇയാൾ തൽക്ഷണം മരിച്ചു വീഴാണ്. നിമിഷപ്രിയ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. നിമിഷപ്രിയ ആ സാഹചര്യത്തിൽ എല്ലാം കൊണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ലോക്കായി നിൽക്കുകയാണ്. സത്യത്തിൽ അവൾ ആഗ്രഹിച്ചിരുന്നത് ആ പാസ്പോർട്ട് തനിക്ക് കിട്ടണം, അവിടെ നിന്ന് പോകണം എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ തൻ്റെ മുന്നിൽ ആ ക്രൂരനായ യമനി സുഹൃത്തിൻ്റെ കൊലപാതകയായിട്ട് നിമിഷപ്രിയ അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന നിമിഷപ്രിയ നേരെ താഴെ തൻ്റെ ഫ്ലാറ്റിലുണ്ടായിരുന്ന ഒരു സുഹൃത്തിനോട് ഈ കാര്യം പറയാണ്. ഹനാൻ എന്നായിരുന്നു ആ സുഹൃത്തിൻ്റെ പേര്. അങ്ങനെ ഹനാനും ഇവളും കൂടി അവിടുന്ന് നാട് വിടാൻ തീരുമാനിക്കുകയാണ്. അതായത് ഹനാൻ അറിയാമായിരുന്നു നിമിഷപ്രിയ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്ത് എന്നതിലുപരി അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം വെച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ നാട് വിടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഡെഡ് ബോഡി എന്ത് ചെയ്യണം എന്ന ആലോചനയിലേക്ക് അവർ നീണ്ടു. ആ ഡെഡ് ബോഡി അവർ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ബോഡി കഷ്ണങ്ങളാക്കി മാറ്റിയതിനു ശേഷം മേലെ വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ 350 കിലോമീറ്ററോളം പിന്നീട് അവർ യാത്ര ചെയ്തു. ഏതൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് അവർ പോയത്. പക്ഷേ ഇവിടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. അവിടെ താമസിച്ചിരുന്ന മറ്റൊരു ഫ്ലാറ്റ് അംഗം വാട്ടർ ടാങ്കിൽ നിന്നും ഒരു ദുർഗന്ധം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നു നോക്കുന്ന സമയത്ത് യമനി പൗരൻ്റെ ബോഡി കണ്ടുകിട്ടുകയാണ്. അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ നിന്നുള്ളത് അവർ അന്വേഷിച്ചു. എളുപ്പം തന്നെ അവർക്ക് നിമിഷപ്രിയയുടെ പുറകിലേക്ക് എത്താൻ പറ്റി. അങ്ങനെ ബോർഡറിൽ വെച്ചുകൊണ്ട് നിമിഷപ്രിയയും സുഹൃത്തായ ഹനാനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ആ യമനി പൗരൻ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കാരണം തൻ്റെ ഭർത്താവിനെ ക്രൂരമായി കൊന്നയാൾ എന്ന പേരിലാണ് ആ കേസ് മുഴുവനായും ആ നാട് മുഴുവൻ പരന്നത്. പക്ഷേ സത്യത്തിൽ അവൾ അനുഭവിച്ച പീഡനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും യമനി കോടതി കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ 2018 കാലഘട്ടത്തിൽ നിമിഷപ്രിയയ്ക്ക് കോടതി വധശിക്ഷ വിധിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിമിഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൊല്ലപ്പെട്ടത് ഒരു സ്വദേശിയുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മേൽക്കോടതിയിൽ വരെ അവരുടെ അപ്പീൽ തള്ളിപ്പോവുകയാണ്. അങ്ങനെ 2024 കാലഘട്ടത്തിൽ ആ വധശിക്ഷ ശരിവെക്കുകയാണ്. ഇനി അവൾക്ക് മുൻപിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഈ ബ്ലഡ് മണി എന്ന് പറയുന്നത് തലാലിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്ന പണം എത്രയാണോ അത്രയും പണം ഇവൾക്ക് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ നിന്നും അവിടെ വെറുതെ വിടും എന്ന ഒരു കണ്ടീഷനിലേക്ക് മാറും. അതല്ലെങ്കിൽ വധശിക്ഷ എന്നത് മാറ്റി ജീവപര്യന്തം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിപ്പെടും. പക്ഷേ സത്യത്തിൽ
തലാലിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന ബ്ലഡ് മണി എത്രയാണെന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സത്യത്തിൽ ഒരു വലിയ സ്വപ്നം കണ്ടുപോയ പെൺകുട്ടി, തന്റെ കുടുംബത്തിനെ കഷ്ടപ്പാടിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി പോയ പെൺകുട്ടി, അവിടെ നിന്നും അവൾ കണ്ട സ്വപ്നങ്ങൾ പടുത്തുയർത്താൻ വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു യമനി പൗരനെ കൂരെ കൂട്ടി, അയാൾക്ക് ജോലി നൽകി, അയാളുടെ പേരിൽ ഷെയർ എടുത്തു, ഹോസ്പിറ്റലിൽ തുടങ്ങി, അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആ പാവം പെൺകുട്ടി അവിടെ നിന്നും അനുഭവിച്ച ക്രൂരതകളും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ചെയ്തികളും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണ് എന്ന് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയേണ്ടി വരും. ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് കിട്ടിയത് തീർത്തും ന്യായമായ വിധിയല്ല എന്ന് തന്നെ നമുക്ക് മനസ്സ് തുറന്നു പറയാം. പ്രിയപ്പെട്ടവരെ, ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നാളെ ഹൃദയം തകർക്കുന്ന മറ്റൊരു കഥയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.